നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 14, 2025 വെള്ളി. അങ്ങനെ അവസാന അരമണിക്കൂറിന് ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഈ ആഴ്ച തുടർച്ചയായി 5 ട്രേഡിംഗ് സെക്ഷനിലും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഭൂരിഭാഗം സമയത്തും നഷ്ടത്തിലാണ് തുടർന്നതെങ്കിലും ഇന്നത്തെ അവസാന അരമണിക്കൂർ കൊണ്ട് മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായിരുന്നതും. എങ്കിലും ഇന്ന് നിഫ്റ്റിക്ക് 25,740 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിക്കുകയുമുണ്ടായി. തുടർന്ന് മാർക്കറ്റിന് റിക്കവറി രേഖപ്പെടുത്തുവാൻ സാധിച്ചെങ്കിലും 25,940 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടതിനെ തുടർന്ന് 30 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,910 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാനായി. അതേസമയം സെൻസെക്സിന് 84 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 135 പോയിന്റുകളുടെ നേട്ടവും പിൻ നിഫ്റ്റിക്ക് 95 പോയിന്റുകളുടെ നേട്ടവും കൈവരിച്ചു. ഇന്ന് NSEയിൽ 1284 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1552 കമ്പനികൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോഴും ഇന്ന് മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അതിനു മുൻപേ ഇന്ന് അവസാന അരമണിക്കൂറിന് മുൻപ് വരെയും ഇന്ത്യൻ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി തുടരുവാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം. ആദ്യമായി തന്നെ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്ന് ഹൈലി വോൾട്ടൈൽ ആയിരുന്നു. ഇന്നലെ US മാർക്കറ്റിൽ വലിയ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. ഫലമായി വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് തളർത്തിയപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഗണ്യമായ ഉയർച്ച ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ചയും ഇന്ത്യൻ മാർക്കറ്റിനെ മോശമായി ബാധിച്ചു. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ സെല്ലിങ്ങും നമ്മുടെ മാർക്കറ്റിനെ ഇന്നും തളർത്തുകയുണ്ടായി. എന്നാൽ അവസാനത്തെ അരമണിക്കൂർ കൊണ്ട് വലിയൊരു കുതിച്ചുചാട്ടം നടത്തി ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മറികടന്നുകൊണ്ട് അതിനേക്കാളും ഭൂരിപക്ഷമാണ് ഇന്ന് NDAക്ക് ബീഹാറിൽ നിന്നുമുള്ള സ്റ്റേറ്റ് ഇലക്ഷന്റെ റിസൾട്ടിൽ നിന്നും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എക്സിറ്റ് പോളിനെ മറികടന്നുകൊണ്ട് NDAക്ക് ഫേവറായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായി. മോഡിസ് റേറ്റിംഗ് ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ പ്രസ്താവിക്കുകയുണ്ടായി. 2027 ഇന്ത്യ ഇക്കണോമിയുടെ ഗ്രോത്ത് 6.5% എത്തിച്ചേരുമെന്ന്. അതുകൊണ്ട് തന്നെ മോഡിസ് റേറ്റിംഗിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നും ബീഹാർ സ്റ്റേറ്റ് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകരുടെ ഭാഗത്ത് നിന്ന് വന്ന ജാഗ്രതയും തുടർന്ന് ആ നേട്ടങ്ങളൊക്കെ ചോർന്നു പോയി ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. സോ ഇന്ന് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ പല ക്വാളിറ്റി സ്റ്റോക്സുകളിലും സെക്ടേഴ്സിലും വാല്യൂ ബൈയിങ് ദൃശ്യമായി. സോ മൂന്നാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത് വാല്യൂ ബൈയിങ് ആണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് അവസാനത്തെ അരമണിക്കൂർ കൊണ്ട് വീണ്ടും ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് നേട്ടത്തോടുകൂടി തന്നെ ഈ ആഴ്ച മൊത്തത്തിൽ ഇന്ത്യക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായകമായി മാറിയതും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 38 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1.5%-അടുത്തും ഫ്രാൻസ് ജർമ്മൻ മാർക്കറ്റുകൾ 1%-അടുത്തും നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തിലാണ് വ്യാപാരവും അവസാനിപ്പിക്കുകയുണ്ടായത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.5%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വില 2.5%-ലേറെയും ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ നിലവിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4,169 എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പൈൻ ലാബ്സ് ഇന്ന് സ്റ്റോക്ക് 9.5% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. തുടർന്ന് ഇൻട്രാഡേ ബേസിസിൽ 17%-ലേറെ നേട്ടവും സ്റ്റോക്കിന് കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. MRF Q2 ഏർണിംഗ്സിൽ പ്രോഫിറ്റിൽ 12% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 7.23% വളർച്ചയും രേഖപ്പെടുത്തി. ₹3 ഡിവിഡൻഡ് പെർ ഷെയറും കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. വെള്ളിയാഴ്ച നവംബർ 21 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. മാരിക്കോ നെറ്റ് പ്രോഫിറ്റിൽ 0.7% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 30.7% വളർച്ചയും രേഖപ്പെടുത്തി. അദാനി ഗ്രൂപ്പ്, പോർട്സ്,
എനർജി ഡാറ്റാ സെന്റേഴ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആന്ധ്രാപ്രദേശിൽ വരുന്ന 10 വർഷങ്ങൾ കൊണ്ട് 1 ലക്ഷം കോടി രൂപ കമ്പനി നിക്ഷേപിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇറൈസ് ലൈഫ് സയൻസ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 31.23% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ സെയിൽസിൽ 6.93% വളർച്ചയും രേഖപ്പെടുത്തി. വറോക്ക് എഞ്ചിനീയറിംഗ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 9.46% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ സെയിൽസിൽ 6.08% ഉയർച്ചയും രേഖപ്പെടുത്തി. കപ്പാസിറ്റി ഇൻഫ്രാ പ്രോജക്ട്സ് നെറ്റ് പ്രോഫിറ്റിൽ 8.03% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ സെയിൽസിൽ 20% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.